ഭയങ്കര ഹാപ്പിയാണ്. ഇതിന് വേറെ തന്നെ രീതിയിലുള്ള ഒരു ഭീതി ജനിപ്പിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫിലിം. പക്ഷെ ഞാൻ പറയുന്നത് കളറിൽ കാണുന്നത് പോലെയല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫിലിം സ്ക്രീനിലെ ഏറ്റവും നല്ല മഴ നിങ്ങൾ കണ്ടിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ല കാട് നിങ്ങൾ കണ്ടിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു കൊട്ടാരം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല കൊട്ടാരം നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം ആ രീതിയിലാണ് അതിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ആ മഴയുടെ സീൻ എനിക്ക് ഇപ്പോഴും ആ മനസ്സിലാ മഴയുടെ ശബ്ദം, ആ മഴയുടെ എടുത്തിരിക്കുന്ന രീതി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതിഗംഭീരമാണ്. കളർ എന്നൊന്നും ഡയറക്ഷൻ അതിഗംഭീരമായിട്ടുണ്ട്. രാഹുൽ പക്ഷെ ആണെങ്കിലും നമുക്ക് ആ ഒരു സിനിമാറ്റോഗ്രഫി അറിയാൻ പറ്റും, അതിന്റെ ഒരു ക്വാളിറ്റി എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒരു അതിന് ബേസുള്ള കഥയാണ്. പ്രകൃതി ഭംഗികളൊക്കെ ഉണ്ട്, പക്ഷെ റിയലിസ്റ്റിക് പടമല്ല ഒരിക്കലും. അത്യാവശ്യം സിനിമാറ്റിക് ക്വാളിറ്റി ഉള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പടമാണ്. ബോളിവുഡിൽ തുമ്പടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം അതേ രീതിയിലുള്ള ഒരു പടമാണ്. ഓക്കെ, മാറ്റങ്ങൾ ഇതുപോലുള്ള മാറ്റങ്ങൾ മലയാളം സിനിമയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും നമ്മളിപ്പോ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് പടങ്ങൾ ഒരുപാട് വന്നുണ്ട്, ചെറിയ ഫീൽ ഗുഡ് മൂവീസ് അറിയുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ചേഞ്ച് മലയാള സിനിമയെ തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന പടങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. ഹൊറർ ആണെങ്കിലും സാധാ ഒരു ഹൊറർ ത്രില്ലർ ആ രീതിയിൽ പോകാതെ ഇതുപോലെയുള്ള വെറൈറ്റി. നമുക്കൊരു ഹിന്ദു മെത്തോളജി നമുക്കറിയാം, ഇഷ്ടംപോലെ കഥകളുണ്ട്, നമ്മളെ മുത്തശ്ശി കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കഥയൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. അതുപോലെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ പടങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കണം മാക്സിമം. ഇത് നമുക്കൊരു കേരളത്തിന് മാത്രം ചുരുങ്ങി പോകുന്ന സിനിമയല്ല, നമുക്ക് ഇന്റർനാഷണൽ ഓഡിയൻസിന് മുമ്പിൽ കാണിക്കാൻ പറ്റിയ സിനിമയാണ്. അത്രത്തോളം ഉണ്ട് ഇപ്പൊ. ഓക്കെ, മലയാളികൾ എങ്ങനെ ഇത് സ്വീകരിക്കും തോന്നുന്നുണ്ടോ? എനിക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ആണ് ഇപ്പൊ കാണുമ്പോൾ തോന്നുന്നത്. ഞാൻ പറഞ്ഞ തുമ്പടിന്റെ ഒരു പടമാണ്. ബോളിവുഡിൽ ആ പടം ഫ്ലോപ്പായിരുന്നു ബോക്സ് ഓഫീസിൽ. ഈ പടത്തിന് കൊടുത്തൊരു ഹൈപ്പും ഓവർ എക്സാഗ്രേറ്റ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പടത്തിന്റെ ക്യൂ ആയാലും എല്ലാം. അതുകൊണ്ട് തന്നെ ആൾക്കാര് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്ന രീതിയിലാണ്. സിനിമ ഒരു 50 കോടി 100 കോടി പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ സിനിമ ഹിറ്റ് ആവും, എനിക്ക് ഉറപ്പാണ്. ഉണ്ട് ഇപ്പൊ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് പടമാണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. തിയേറ്ററിൽ കണ്ട് എഴുതാനുണ്ടായി പൊളിയല്ലേ? ഇത്ര ജീവിതത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയും അഭിനയം തുടങ്ങിയിട്ട് ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അതിന് രാഹുലേട്ടനോട് ഭയങ്കര ബിഗ് താങ്ക്സ്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നതിനും ഇങ്ങനത്തെ ഒരു പടം മേക്ക് ചെയ്തതിനും പടം കണ്ടിട്ട് ബാക്കി എങ്ങനെയാണ് എക്സ്പീരിയൻസ് പറയാൻ പറ്റും. അത് പൊളിയായിരുന്നു. കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത കുറെ നല്ല മെമ്മറീസ് കിട്ടി. ഉൾപ്പെടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, തിയേറ്റർ കൊല്ലുന്നുണ്ട്. എന്ത് കഷ്ടമാണ് എന്ന് വെറുതെ പഴയ വളരെ ഹാപ്പിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിലൊക്കെ പറ്റി നമ്മുടെ പടത്തിനെ പറ്റി നമ്മളെങ്ങനെയാണ് എങ്കിലും മമ്മൂക്കയുടെ പെർഫോമൻസ് കണ്ടിട്ട് നെട്ടിയോ? പിന്നെ തീർച്ചയായിട്ടും അത് ഡയറക്ടർ കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കണായിരുന്നു. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞാൽ ഷൂട്ടിംഗ് സമയത്ത് തന്നെ കൂടെ അത് കാണുമ്പോൾ എനിക്കാണ് പടം അതിന്റെ ഒരു കാര്യം പഠിക്കണത്. അത് ഞാനല്ലല്ലോ പറയണത്, ഞാൻ തന്നെ എങ്ങനെയാ പറയാ. കണ്ടില്ലേ നേരത്തെ പൊളിച്ചിരിക്കണ മകന്റെ കണ്ടിട്ട് എന്ത് തോന്നി? മകന്റെ നിങ്ങളുടെ സിനിമകളൊക്കെ നമുക്ക് കൊതിയാണ് അതുപോലെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. അവിടെ കണ്ടപ്പോഴും എനിക്കങ്ങനെ ആഗ്രഹം കിട്ടണമെന്നുള്ളത്. എല്ലാവരും 4 ആർട്ടിസ്റ്റ് വെച്ചിട്ട് ഗംഭീരമായിട്ടൊരു ട്രീറ്റ്മെന്റ് ആക്കാണ്. അത് ഒറ്റ ലൊക്കേഷൻ അത് കണ്ടാലിക്കത് നമ്മൾ പറയുന്നതിനേക്കാളും അത് കണ്ടാലാണ് അതിന്റെ ഭംഗി വരുന്നത്. അതുപോലത്തെ സിനിമകളൊക്കെ ഇറങ്ങണം. ഇടയ്ക്ക് പറഞ്ഞു സാധാരണ സിനിമയും എല്ലാം ഉണ്ട് ഇതിന്റെ അകത്ത്. എല്ലാവർക്കും പണിയെടുക്കാനുണ്ട്. ഏറ്റവും സെറ്റ് എല്ലാവർക്കും ഭയങ്കര ലൊക്കേഷൻ അടിപൊളി. അതിന്റെ ഇപ്പോഴത്തെ പിള്ളേർ പൊളിയാണോ? പെർഫോമൻസ്, അതായത് മമ്മൂട്ടിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി സീനില്ല. പിന്നെ അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനെ, നമ്മുടെ അർജുനേശ്വർ, ഇവർ രണ്ടുപേരുടെയും റേഞ്ച് ഒക്കെ എന്നാന്നുള്ള ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. സൂപ്പർ പടം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ തകർത്തു, അടിപൊളി. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പഴയ പടം, പഴയ നീര് വിളിച്ചു ആ ഇതൊക്കെ കണ്ടതിന്റെ ഒരു എസ്തെറ്റിക്കലി പോയറ്റിക്കലി ഉയർന്നതാണ്. ഇത് മിത്തോളജിക്കൽ ഫിലിമാണ്. എല്ലാം ടെക്നിക്കലി സൂപ്പറാണ്. സിനിമാറ്റോഗ്രാഫി നല്ലതാണ്, സൗണ്ട് എഫക്ട് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, പൊതുവെ ഡയറക്ഷൻ നല്ലതാണ്. നമ്മളെ ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഇതുവരെ കണ്ട പല സീനുകളും നമ്മൾ കളറിലാണ് കണ്ടിട്ടുള്ളത്, ബിഗ് സ്ക്രീനിൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോൾ നല്ല അനുഭവമായിരുന്നു. ആദ്യമായിട്ട് തിയേറ്ററിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്. നല്ല അനുഭവമായിരുന്നു. ഈ സിനിമയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ,
പിന്നെ എടുത്ത് മമ്മൂട്ടിയുടെ വളരെ കരിയർ ബെസ്റ്റ് ഫിലിമാണ്. മമ്മൂട്ടിയെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അർജുൻ അശോകന്റെയാണ്. പുള്ളിക്ക് മികച്ച നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യത. പിന്നെ അതേ ക്യാരക്ടേഴ്സ് ഇല്ല, സിദ്ധാർത്ഥ് ഭട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ഒരു വിഷ്വൽ എഫക്ട് ആണ്. സ്റ്റോറി എങ്ങനെയുണ്ട്? മമ്മൂട്ടിക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട അർജുൻ അശോകന്റെ പെർഫോമൻസ്. മമ്മൂട്ടിയുടെ കരിയറിൽ വളരെ ബെസ്റ്റ് മൂവിയാണ്. സ്റ്റോറി എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടെക്നിക്കലി സൂപ്പറാണ്. ക്യാമറ ആയാലും സൗണ്ട് ആയാലും ആർട്ട് ആക്ഷൻ നല്ലതാണ്. എല്ലാം കൊണ്ട് ഒരു ക്ലാസിക് മൂവിയാണ്. പേടിപ്പിച്ചോ? ആളുണ്ട് പല എലമെന്റ്സും ഉണ്ട്. നായിക കഥാപാത്രം ചെയ്ത വ്യക്തികൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. അധികം ആർട്ടിസ്റ്റുകളില്ല. സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ, മമ്മൂട്ടി, കുറച്ച് ആർട്ടിസ്റ്റ് എല്ലാം കൊണ്ടും ക്ലാസിക് പടമാണ്. ഒരു സിനിമയിലെ പ്രത്യേക എടുത്തു പറയുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കും? അത് അർജുൻ അശോകനായി നന്നായി ചെയ്തത്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പുള്ളി ഗുജറാത്ത് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടിയുടെ ഇങ്ങനത്തെ മൂവി ചെയ്യാൻ ട്രെയിനിങ് കാണിച്ച് സമ്മതിക്കണം. കുറച്ച് നെഗറ്റീവ് റോളാണ്. എല്ലാം കൊണ്ടും ഒരുപാട് കൊമേഴ്സ്യലി എങ്ങനെ വരുമെന്ന് അറിയില്ല. നല്ലൊരു പടമാണ്. വാലിബിനെയൊക്കെ ഞെട്ടിക്കോ? വാലിബൻ കുറച്ച് സ്ലോ ആയിപ്പോയി. അത്ര സ്ലോ ആണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്. പിന്നെ വേണ്ടി വരുന്നത് ഇത് ഓടും ചെയ്യും. പക്ഷെ എന്നോട് ഭയങ്കര മാസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഓടും. ഒരുപാട് അവാർഡും കിട്ടാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടിയുടെ റോഡ് ബോളാ ചെയ്താൽ കുറച്ച് നന്നായിരുന്നു. മമ്മൂട്ടി ചെയ്ത റോഡ് ബോളാ ചെയ്തെങ്കിൽ കുറച്ച് നന്നായിരുന്നു. അതെന്താ? ഇങ്ങനത്തെ റോൾസ് ചെയ്യാൻ മോഡലെ കുറച്ച് മതി. ഇങ്ങനത്തെ റോൾസ് ചെയ്യാൻ ഒരു തമ്പരാണ് അങ്ങനത്തെ റോൾസ് ചെയ്യാൻ മോഡലെ കുറച്ച് മതി. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. മലയാള സിനിമയിൽ തന്നെ ഒരു ലാൻഡ്മാർക്ക് മൂവിയായിരുന്നു.